അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോടോ ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്നെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിന്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന മാന്യ കർത്തൃദാസന്മാർക്കും എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രികാലവും കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി നാം വളരെ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാവം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 17, 18, 19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 14 വേഴ്സസ് 17 to 19. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ച് കൊള്ളുക. ഇന്ന് രാത്രികാലം നാം സ്വർഗരാജ്യത്തിന്റെ കൂട്ടായ്മയിൽ കടന്നു വന്ന് ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയോടനുബന്ധിച്ച് ആയിരിക്കുന്നല്ലോ. അനേക ദിവസങ്ങൾ നാം ദൈവവചനത്തിൽ നിന്ന് കേൾക്കുകയും സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് നാം പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം അതേ വിഷയത്തോടുള്ള ബന്ധത്തിൽ അല്പ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാനും കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് സ്വർഗരാജ്യം, എന്തല്ല, അതിലുള്ള വ്യക്തികളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ ഡ്യൂട്ടി എന്താണ് എന്നിങ്ങനെ നാം വേദഭാഗത്തെ ഈ വായിച്ച വേദഭാഗത്തെ 3 തരംതിരിച്ച് പഠിപ്പാനായി ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായി നാം ചിന്തിക്കുന്നത് എന്താണ് സ്വർഗരാജ്യം എന്ന് ചിന്തിച്ചാൽ, പൗലോസ് പറയുന്ന സ്വർഗരാജ്യം ഇത് ഭാവി രാജ്യമല്ല, മറിച്ച് ഇന്നത്തെ ആത്മീക രാജ്യമായി തന്നെ അതിനെ കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു പറഞ്ഞ ഹൃദയത്തിലെ സ്വർഗീയ ഭരണം നടത്തുന്ന ആത്മീക രാജ്യമായിട്ട് നമുക്കിതിനെ കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ആരംഭം എവിടെ എന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ നാം കാണുന്നു, യേശുക്രിസ്തു സ്നാനമേറ്റ് മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് അവിടെ കൂട്ടിക്കൊണ്ടു പോവുകയും 40 രാവും 40 പകലും താൻ ഉപവസിച്ചതിന് ശേഷം സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് താന് കടന്നു വരുന്നതായി കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി. അതുവരെയും ഈ ഭൂമിയിൽ സ്വർഗരാജ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് എന്ന് പറഞ്ഞാൽ അതുവരെയും സ്വർഗരാജ്യം ഭൂമിയിൽ
എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ അതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അത് ദൈവത്തിന്റെ ആത്മാവ് വിവിധ വ്യക്തികളിൽ കൂടെ, പ്രവാചകന്മാരിൽ കൂടെ ദൂതായി കാലാകാലങ്ങൾ ദൈവം അറിയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ കാണുന്നു, യേശു സ്വർഗരാജ്യം പ്രസംഗിക്കുന്നതിന് മുമ്പായി തന്നെ സ്നാപക യോഹന്നാനും ഇത് തന്നെ പ്രസംഗിച്ചു. കാലം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ വിശ്വസിപ്പീൻ എന്ന് താനും പറയുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം കാണുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ അവിടെയും മാനസാന്തരപ്പെടുവാൻ യോഹന്നാൻ സ്നാപകൻ ജനത്തെ ഉത്ബോധിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്നുള്ള വിഷയം യേശുവിന്റെ വരവിൽ അത് യേശു പ്രസംഗിച്ചു തുടങ്ങിയതും തന്റെ ശിഷ്യന്മാർ യേശുവിനെ കർത്താവായി അംഗീകരിച്ച ആദ്യ വ്യക്തി മാനസാന്തരപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ ആയിത്തീർന്നപ്പോഴാണ് ഈ ഭൂമിയിൽ എന്തായിത്തീർന്നത്? സ്വർഗരാജ്യത്തിന്റെ ഉറവിടം ഉണ്ടായത്. കർത്താവായ യേശുക്രിസ്തു ഇവിടെ കടന്നു വന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് അവർ ഏറ്റുപറഞ്ഞ് കർത്താവിനെ മശിഹായായി സ്വീകരിച്ചപ്പോൾ ഈ ഭൂമിയിൽ എന്തുണ്ടായി? സ്വർഗരാജ്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായി. അപ്പോൾ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല സ്വർഗരാജ്യത്തിന്റെ അതേ രാജ്യത്തിൽ ചെല്ലുന്നത്, മറിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തികളാണ് സ്വർഗരാജ്യത്തിലെത്തുന്നത്. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ നാം പഠിക്കുമ്പോൾ പ്രധാനമായും 5 കാറ്റഗറികളിൽ തിരിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു തന്റെ സ്വർഗരാജ്യത്തെ കുറിച്ചും അത് ഉപദേശങ്ങളും അത് കൽപ്പനകളും ഒക്കെ മനുഷ്യർക്ക് കൊടുത്തത്. മത്തായി 5:3 മുതൽ 7:27 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഗിരിപ്രഭാഷണമായി അതിനെ 1-ാം കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത് പറയുന്നു ശിഷ്യന്മാരോടുള്ള ഉപദേശമായിട്ട് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാമത്തെ ശിഷ്യന്മാരോടുള്ള ഉപദേശമായി നാം കാണുന്നു. മൂന്നാമതായി പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങൾ പഠിപ്പിക്കുന്നു. സ്തോത്രം. അത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ വിവിധ നിലകളിൽ സ്വർഗരാജ്യം എന്ത് എന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. നാലാമതായി കാണുന്നു യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ 4-ാമത്തെ ഭാഗം ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥകൾ. അത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 3 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യത്വം എന്താണെന്ന്, അതിന്റെ വ്യവസ്ഥകൾ എന്താണെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. സ്തോത്രം. 5-ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒലിവുമല പ്രഭാഷണമായിട്ട് അതിനെ തിരിച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 24-ാം അധ്യായത്തിന്റെ 3 മുതൽ 25-44 വരെയുള്ള വാക്യങ്ങളിൽ ഒലിവുമല പ്രഭാഷണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള കർത്താവിന്റെ പഠിപ്പിക്കലുകൾ. സ്തോത്രം. എന്തുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ ദൈവവചനത്തിന് ഇത്രമാത്രം ആധികാരികത ഉണ്ടായി എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് എബ്രഹാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തുകൊണ്ട് അത് ദൈവത്തിൽ നിന്ന് വന്നതാണെന്നും പ്രവചനം ദൈവത്തിൻ്റെതാണെന്നും അത് മനുഷ്യർക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണെന്നും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതാണെന്നും പറഞ്ഞ് അതിന്റെ ആധികാരികത വെളിപ്പെടുത്തുകയുണ്ടായി. സ്തോത്രം. ദൈവവചനം പഠിക്കുമ്പോൾ
ദൈവവചനത്തിന്റെ പ്രസക്തി എന്താണ്? ദൈവവചനം ആരോട് സംസാരിക്കുന്നു? ദൈവവചനം എന്താണ് പഠിപ്പിക്കുന്നത്? അത് മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം എബ്രായ ലേഖനത്തിൽ നാം കാണുന്നു. ദൈവം പണ്ട് ഭാഗമായി വിവിധങ്ങളായി പ്രവാചകന്മാർ മുഖാന്തരവും ക്രിസ്തു മുഖാന്തരവും നമുക്ക് ഏൽപ്പിച്ചു തന്ന കാര്യമാണ് നാം ഇവിടെ ദൈവവചനമായി പ്രസ്താവിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പണ്ട് ഭാഗമായി എല്ലാവർക്കും മുഴുവനായി കൊടുത്തില്ല. ഓരോ കാലത്തിനനുസരണമായി ദൈവം കാലാകാലങ്ങളിൽ വിവിധ ദൈവദാസന്മാർ കൂടെ അരുളി ചെയ്തത് ദൈവത്തിന്റെ വചനങ്ങളാണ് ദൈവവചനമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇതിന്റെ ആധികാരികത? എന്താണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതിനെ മൂന്നായി തരംതിരിക്കുവാൻ ഇടയായിത്തീരും. ഒന്ന്, ദൈവവചനത്തിൽ കാണുന്നത് ചരിത്ര സംഭവങ്ങളുണ്ട്. രണ്ട്, ഉപദേശങ്ങളുണ്ട്. മൂന്ന്, പ്രവചനങ്ങൾ. ഈ മൂന്നും കൂടിയാണ് ദൈവവചനമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നാം ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇതിന്റെ ചരിത്ര സംഭവങ്ങളെല്ലാം ഇന്നും സത്യമായി നിലകൊള്ളുന്നതാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും ആകാശത്തിന്റെ വാന നക്ഷത്രങ്ങളുടെ സൃഷ്ടിയും ഭൂമിയിലെ ജന്തുക്കളുടെ സൃഷ്ടിയും വെള്ളത്തിലെ മത്സ്യ ജന്തുക്കളുടെ സൃഷ്ടിയും ആകാശത്തിൽ പറക്കുന്ന പറവുകളുടെ സൃഷ്ടിയും എല്ലാം സൃഷ്ടിപ്പിന്റെ ആരംഭം തുടങ്ങി മനുഷ്യവർഗത്തിന് ലഭിക്കുന്ന അറിവ് ഈ ദൈവവചനത്തിൽ കൂടെയാണ്. ഇത്രത്തോളം ഉൽപ്പത്തി തൊട്ട് ആധികാരികതയോടെ അത് ലഭിക്കുന്ന വിവരങ്ങൾ വേറെ ഒരു പുസ്തകത്തിലും ലോകത്തിൽ ലഭ്യമല്ല. ആയതുപോലെ തന്നെ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വേറൊരു ഗ്രന്ഥം ഭൂമിയിലില്ല. നാം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ ആദമിന് മുമ്പായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേര് ഭൂമിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ദൈവം സൃഷ്ടിച്ച ആദമിൽ കൂടെയാണ് എന്ന് ദൈവവചനം പറയുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന ദൂതഗണങ്ങളുടെ പേരുകൾ നമ്മൾക്കറിയാം. ലൂസിഫറോ, അത് ഗബ്രിയേലോ അല്ലെങ്കിൽ മീഖായേലോ അങ്ങനെയുള്ള ദൂതഗണങ്ങളുടെ പേരുകളാണ്. അതിനു മുമ്പ് എന്തുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾക്ക് തെളിയിക്കുവാൻ കഴിയാതെ സാങ്കല്പ്യമായിട്ട് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ ബാക്കിൽ ജീവിച്ചിരുന്ന ഏതോ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ പറയുമെങ്കിലും അവർക്ക് ആധികാരികമായിട്ടൊന്നും പറവാൻ തെളിവുകളില്ല. അതുപോലെ തന്നെ ചരിത്ര സംഭവങ്ങൾ ഈ വേദപുസ്തകത്തിലുള്ള സത്യങ്ങൾ പോലെ വേറൊരു സത്യമില്ല. ലോകത്തിലെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഇസ്രായേലിനെ ഒഴിച്ചുള്ള ഒരു ചരിത്രം ലോകത്തിനില്ല. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചരിത്രം ലോകത്തിന് ഇല്ല. ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് ചരിത്രം ഇന്നും നിലനിൽക്കുന്നത്. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. അവർക്ക് അവകാശമായി കനാൻ ദേശം യെരൂശലേം അത് കൊടുത്തു. അതിന്റെ അതിരുകൾ ഒക്കെയും ദൈവം വെച്ചിരുന്നു. ഈ അതിരുകളൊക്കെയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരുടെ നാശവും അവരെ പറ്റിയുള്ള പ്രവചനവും ആ ദേവാലയത്തിന്റെ നാശവും അവർ ചിതറിപ്പോകുന്ന കാര്യവും പിന്നീട് അവർ തിരിച്ചു വരുന്ന കാര്യവും
അവര് വീണ്ടും ഒരു രാഷ്ട്രമാകുന്ന കാര്യവും എല്ലാം ഈ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രവചനത്തിന്റെ ആധികാരികത ഏതാണ്? ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഈ ദൈവവചനത്തിൽ പറഞ്ഞത് മുഴുവൻ അത് കറക്റ്റായിട്ട് തന്നെ വരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന് മുമ്പ് ഇസ്രായേൽ പല രാജ്യങ്ങളിലായിട്ട് വസിച്ചിരുന്നു. പരദേശികളായിട്ട്, പ്രവാസികളായിട്ട് കുടിയേറി പാർത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽ ജനം ഒന്നാം ലോകമഹായുദ്ധത്തോടുകൂടെ അവർക്ക് സ്വന്തം രാജ്യത്തിൽ കടന്നു വരാമെന്ന് ഒരു ബഫല്ലോ ട്രീറ്റ് അല്ലെ വിളംബരമുണ്ടായി. രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടെ തന്നെ അവർക്ക് രാഷ്ട്രം പുനഃസംഘടിപ്പിക്കുവാൻ അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അടുത്ത ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ അതും ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കുമെന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദൈവവചനം വളരെ ആധികാരികതയോടുകൂടെ തന്നെ നമുക്ക് വിശ്വസിപ്പാൻ കഴിയും. അപ്പോൾ ദൈവരാജ്യം ഉണ്ട് എന്നും ഒരു സ്വർഗരാജ്യം ഈ ഭൂമിയിൽ നിൽക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് താമസം വിനാ വരും. കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം അതാണ്. അവൻ പോയതുപോലെ മടങ്ങി വരും. തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ ആകാശമേഘങ്ങളിൽ കടന്നു വരും. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചക്കാലത്തേക്ക് അവൻ 1000 ആണ്ട് വാഴുവാൻ ഭൂമിയിലേക്ക് തന്റെ വിശുദ്ധന്മാരുമായി കടന്നു വരും. ഇതൊക്കെയും നാം കാണുന്ന പ്രവചനങ്ങളാണ്. ഇതിനകത്ത് ഇതൊക്കെയും സംഭവിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിനു മുമ്പായി നടക്കുന്ന പല കാര്യങ്ങൾ ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിലേക്ക് എങ്ങനെ കടന്നു ചെല്ലാം എന്ന് പറയുന്ന കാര്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ ദൈവം എല്ലാ മനുഷ്യരോടുള്ള ബന്ധത്തിലും ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിയുടെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ദൈവത്തോടുകൂടെ ഒരു വാസം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടുകൂടെ വസിപ്പാനാണ്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അവസ്ഥയിൽ അവൻ അധികം കാലം തുടരുവാൻ കഴിയാതിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ സഹവാസം ബന്ധം അവനിൽ നിന്ന് അല്പം മാറി ദൂരത്തായി മാറി ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് അവൻ അകന്ന് ദൈവമാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ അകന്ന് ദൈവത്തിൽ നിന്ന് വിട്ടുപോകുവാൻ ഇടയായിത്തീർന്നു. അവൻ സാത്താന്റെ അധികാരത്തിന് കീഴിലായിത്തീർന്നു. സാത്താന്റെ കീഴിലായ ആ ജനത്തെ, ദൈവത്തിന്റെ സൃഷ്ടിയെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം ഒരു പ്ലാൻ ചെയ്തു. തന്റെ പുത്രൻ മുഖാന്തരം തന്റെ രാജ്യത്തിൽ ഇവരെ കൂട്ടിച്ചേർക്കുവാൻ ദൈവം ഒരു പ്ലാൻ ചെയ്തു. ആയതുകൊണ്ടാണ് സ്വർഗരാജ്യം ഈ ഭൂമിയിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ പ്ലാൻ പുത്രനിൽ കൂടെ, തന്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ കൊണ്ടുവരിക എന്നുള്ള ആ പ്രയത്നം, ആ കാര്യം കർത്താവിൽ കൂടെ എന്റെ ദൈവം ചെയ്തെടുത്തു. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നെങ്കിൽ അതിന്റെ ആരംഭം എവിടെയായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച്, ആദം ഹവ്വമാരെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി തോട്ടം ഭരിപ്പാൻ നോക്കുവാനും ഭൂമിയെ ഭരിപ്പാനും അവരെ ആക്കി വെച്ചു.
ചില ഡ്യൂട്ടീസ് ഒക്കെയും ദൈവം അവർക്ക് കൊടുത്തു. എന്നാൽ മനുഷ്യൻ പാപത്തിന്റെ സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങി ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അഥവാ ഏദനിൽ നിന്ന് അവർ പുറത്താകുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയായി. കാരണം പാപം സാത്താനാൽ അത് കൊണ്ടുവരപ്പെട്ടു, സാത്താനാൽ വഞ്ചിക്കപ്പെട്ട് മനുഷ്യൻ പാപത്തിന്റെ അടിമയായി തീരുവാനിടയായി. കാരണം എന്താണോ? അവർ ദൈവത്തെ പോലെയാകുവാൻ, നിത്യമായി ജീവിച്ചിരിക്കുവാൻ, എന്നേക്കും ജീവിച്ചിരിക്കുവാൻ, നന്മ തിന്മകളെ ദൈവത്തെ പോലെ അറിയുന്നവരായി തീരുവാൻ ദൈവം വിലക്കിയ കനി അവർ ഭക്ഷിപ്പാനിടയായി തീർന്നു. തന്മൂലം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിന്റെ ബന്ധത്തിൽ നിന്ന് അവർ മാറുവാനിടയായി തീർന്നു. എന്നാൽ ദൈവം അല്പനേരത്തേക്ക് അവരെ മാറ്റിയെങ്കിലും അവിടെ ദൈവം ഒരു നിയമം ചെയ്തു. സ്ത്രീയുടെ സന്തതി സാത്താനെ നിന്റെ തല തകർക്കും. സാത്താനെ നിന്റെ തല, സ്ത്രീയുടെ സന്തതിയായി കടന്നു വരുന്നവൻ നിന്റെ തലയെ തകർക്കും. നിന്റെ ആധിപത്യം അവന്റെ കയ്യിൽ എന്നേക്കും ഇരിക്കും. അവനിൽ കൂടെ ഇവരെ ഞാൻ വീണ്ടും ചേർക്കുവാൻ ദൈവം ഒരു പ്ലാൻ ചെയ്തു. അപ്രകാരം തന്നെ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ ഇടയായി. സ്വർഗരാജ്യത്തിന്റെ വ്യവസ്ഥ അനേക പഠിപ്പിക്കലുകൾ ഇവിടെ ഉണ്ട്. കർത്താവ് തന്നെ പഠിപ്പിച്ച അനേക ഉദാഹരണങ്ങൾ, ഉപമകളിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. ഇവിടെ നാം വായിച്ച വേദഭാഗം സ്വർഗരാജ്യം എന്തല്ല, ഭക്ഷണവും പാനീയവുമല്ല, മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര. അപ്പോൾ സ്വർഗരാജ്യത്തിൽ ഉള്ളവരുടെ ക്വാളിറ്റി അവർ എന്തായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന്, അവർ നീതിയുള്ളവരായിരിക്കണം. ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തപ്പെടുന്നവർ നീതിയുള്ളവരായിരിക്കണം. നീതീകരണം പ്രാപിച്ചവരുടെ ഗ്രൂപ്പാണ് സ്വർഗരാജ്യത്തിലുള്ളത്. എന്താണ് ഈ നീതീകരണം? റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 21 മുതൽ വായിക്കുമ്പോൾ, സ്തോത്രം ഒന്ന് എടുക്കാവോ? റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 21 മുതൽ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. സ്തോത്രം. അവിടെ വായിക്കുമ്പോൾ അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒന്നാമത്തെ പ്രമാണം വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചാൽ മാത്രമേ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ കഴിയുകയുള്ളൂ. ദൈവവചനം ഇങ്ങനെ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും പാപം ചെയ്തു. കാരണം എന്താണ്? ആദ്യ മനുഷ്യനായ ആദമിനാൽ സകല ലോകത്തിലെയും മനുഷ്യന്റെ അതേ പാപത്തെ കാണിക്കുകയാണ്. ആ ആദം മുതൽ എല്ലാവരും പാപത്തിന്റെ അടിമകളായി തീരുവാനിടയായി തീരുന്നു. ഒരു മനുഷ്യനും അതിൽ നിന്ന് വ്യത്യസ്തനല്ല. എല്ലാവരും പാപത്തിൽ ജനിച്ചവരായിട്ട് ദൈവവചനം പറയുന്നു.
അങ്ങനെയാണെങ്കിൽ ഭാവിയായ ഒരു മനുഷ്യന് സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുവാൻ കഴിയുകയില്ല. അവൻ നീതീകരണം പ്രാപിച്ചാലേ അവന് സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ കഴിയുകയുള്ളൂ. എന്താണ് ഈ നീതീകരണം? കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കുക. നാം എല്ലാവരും പാപത്തിൽ ജനിച്ചവരാണെങ്കിലും ദൈവം നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് തന്റെ പുത്രനെ അയച്ചു നൽകി തന്നു. അവന്റെ പ്രായശ്ചിത്ത യാഗം മൂലം നമ്മളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരി ക്രൂശിൽ തന്റെ രക്തം വിലയായി കൊടുത്ത് നമ്മളുടെ പെനാൽറ്റി കർത്താവ് അടച്ചു തീർപ്പാൻ ഇടയായി തീർന്നു. എപ്രകാരം ഒരു കോടതിയില് ഒരു തെറ്റുകുറ്റം ചെയ്ത വ്യക്തിക്ക് ബോണ്ടും ജാമ്യവും നിന്ന് അവരെ വിടുവിക്കുന്നത് പോലെ അല്ലെങ്കിൽ കുറ്റവിമുക്തമാക്കുന്നത് പോലെ തന്നെ നമ്മുടെ പാപത്തിന്റെ പരിഹാരം മുഴുവൻ കർത്താവ് തന്റെ ചുമലിൽ വഹിച്ച് കാൽവരി ക്രൂശിൽ തന്റെ രക്തം നമ്മുടെ പാപത്തിന്റെ വിലയായി കൊടുത്തു. നാം അത് വിശ്വസിച്ച് വിശ്വാസത്താൽ ഏറ്റെടുത്ത് നാം ആ നീതീകരണത്തിലേക്ക് കടന്നു വരുവാനിടയായി. ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ പരമപ്രധാനമായ കാര്യം അതാണ്. നീ അല്ലാതെ ദൈവ മക്കളാണെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെന്നോ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാകത്തില്ല. മറിച്ച് കർത്താവിന്റെ രക്തത്താൽ നാം നീതീകരണം പ്രാപിച്ച് അത് ആ സൗജന്യമായി കിട്ടുന്ന നീതീകരണം നമ്മളുടെ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ സ്വർഗരാജ്യത്തിന്റെ കൂട്ടായ്മയിലേക്ക് നിനക്ക് കടന്നു വരുവാൻ കഴിയൂ. ഒന്നാമത്തെ വ്യക്തി, ആ സ്വർഗരാജ്യത്തിൽ എത്തേണ്ട വ്യക്തിയുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് അവൻ നീതീകരണം പ്രാപിച്ചവനായിരിക്കണം, നീതിയുള്ളവനായി തീരണം. രണ്ടാമതായി നാം കാണുന്നു സമാധാനം, അല്ലെ? സമാധാനം എന്താണ്? യുദ്ധത്തിന്റെ ഒടുക്കം, അല്ലെ? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘടനകളുടെ ഒരു തീർപ്പ് സമാധാനമായി പരിണമിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ വ്യവസ്ഥയിൽ രണ്ടാമത്തേത് നാം സമാധാനം ആയിരിക്കണം, അല്ലെ? സമാധാനം ആചരിക്കണം. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം തന്റെ ജീവിതത്തിൽ നീതീകരണം പ്രാപിക്കുന്നവന് ജീവിതത്തിൽ സമാധാനം ലഭിക്കാനിടയായി തീരും. അവൻ ശത്രുപക്ഷത്തോട്, അത് ശത്രുപക്ഷത്തിൽ നിന്ന് മാറി അത് കർത്താവ് അവനെ വീണ്ടെടുത്ത് പിശാചിന്റെ കയ്യിൽ നിന്ന് അവനെ വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുമ്പോൾ അവന്റെ മാനസികമായ പ്രയാസങ്ങൾ മാറി അവൻ ജീവിതത്തിൽ അവൻ സമാധാനം അനുഭവിക്കുക. ആ സമാധാനം നാം കാക്ഷിക്കുന്നവരായി തീരണം. നമുക്കൊരു ദൗത്യമുണ്ട്, നാം സമാധാനത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്നവരായിരിക്കണം. ഇന്ന് ലോകത്തിലില്ലാത്തതും അത് തന്നെയാണ്. എത്ര വലിയ രോഗരാഷ്ട്രങ്ങൾ എല്ലാം കൂടെ ഒന്ന് കോർത്തിണക്കി യുണൈറ്റഡ് നേഷൻ, അല്ലെ, ലോക സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കി. പീസ് ട്രീറ്റി അവർ ചെയ്തു, സമാധാന ചർച്ചകൾ അവർ നടത്തുന്നു, കോംപ്രമൈസിന് വേണ്ടി രാജ്യങ്ങളെ അവർ ഇൻവൈറ്റ് ചെയ്യുന്നു.
പ്രൈസ് ദി ലോർഡ്. സമാധാന ചർച്ചകൾ അവർ നടത്തുന്നു, എന്നാൽ അവർക്ക് സമാധാനം ഒട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ്. സ്തോത്രം. പീസ് മേക്കേഴ്സ് ഉണ്ട്, പീസ് മിഷൻ ഉണ്ട്, പീസിന് വേണ്ടി അവർ പ്രൈസ് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പീസ് അംബാസിഡേഴ്സ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ നടന്നാലും സ്തോത്രം, ലോകത്തിന് ഒരു സമാധാനവുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ, നീ കർത്താവിന്റെ പുത്രനായി തീരുമ്പോൾ, ദൈവത്തിന്റെ പുത്രന്മാരായി തീരുമ്പോൾ, പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് നടക്കുമ്പോൾ, ദൈവത്തിന്റെ വചനപ്രകാരം അനുസരിച്ച് നടക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ദൈവിക സമാധാനം ദൈവം അരുളി ചെയ്ത് തരുമെന്ന് ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളുക. നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, നിന്റെ ജോലിയുടെ പ്രശ്നങ്ങൾ, നിന്റെ ശാരീരികമായ രോഗപ്രശ്നങ്ങൾ നിന്നെ അലറ്റി നിന്റെ സമാധാനം കെടുത്തുമ്പോൾ, നീ ഇന്ന് രാത്രികാലം ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീർന്നിട്ടുണ്ടോ? അതല്ല എങ്കിൽ ഇന്ന് രാത്രികാലം നീ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് സ്വർഗരാജ്യത്തിന്റെ അംശയായി തീരുവാൻ ഇടയായാൽ നിന്റെ ഹൃദയത്തിന് സമാധാനം ദൈവം നൽകുമെന്ന് ഒരു സംശയവും വേണ്ട. ഇന്ന് രാത്രികാലം അതിനായി നീ ആഗ്രഹിക്കുക, ഒരുങ്ങുക. ദൈവം നിന്നെ സമാധാനത്താൽ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത് നാം കാണുന്നത് പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 5:11 ഇങ്ങനെ വായിക്കുന്നു. 5-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5:11 അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ച ശേഷം കാരണമായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യും. നിരപ്പ് ലഭിച്ചതിന് ശേഷം കാരണമായ കർത്താവിൽ പ്രശംസിക്കുവാൻ ഇടയായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കഴിയുമ്പോൾ നാം ജഡത്തിനുള്ളതല്ല ചിന്തിക്കുന്നത്, പിന്നെ നാം ദൈവത്തിനുള്ളത് ചിന്തിപ്പാൻ ഇടയായിത്തീരും. ഒരുവൻ സ്വർഗരാജ്യത്തിനായി കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പരിവർത്തിക്കുവാൻ ഇടയായിത്തീരും. ക്രിസ്തു മുഖാന്തരം നമുക്ക് നിരപ്പ് വന്നു കഴിയുമ്പോൾ, നാം ക്രിസ്തുവിനുള്ളതായിത്തീരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കും. സമാധാനം കിട്ടുമ്പോൾ ദൈവം നമുക്ക് ദൈവിക സമാധാനം, അല്ലെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്നതായ ലോകം തരാത്ത ഒരു സമാധാനമാണ് ദൈവത്തിന്റെ പക്കൽ നിന്ന് നാം പ്രാപിക്കുന്നത്. കാരണം അവൻ നമ്മെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിറച്ച്, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ കർത്തൃത്വം നടത്തുമ്പോൾ, നമ്മെ നിയന്ത്രിക്കുമ്പോൾ, നാം ലോകത്തിലുള്ളതല്ല ചിന്തിക്കുന്നത്, മറിച്ച് നാം ദൈവത്തിന്റെ ആത്മാവിനുള്ളത് ചിന്തിക്കുക. നാം ലോകത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മാറി ദൈവ സ്നേഹത്തിലായിത്തീരുകയാണ്. നമ്മുടെ ചിന്ത എന്തായിത്തീരുന്നു? ദൈവത്തിന്റെ ചിന്തയായി മാറുവാൻ ഇടയായിത്തീരുന്നു. സ്തോത്രം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ലോകത്തിൽ ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ വലിയതായ സന്തോഷമാണ്. ലോകത്തിന്റെ സന്തോഷമൊക്കെയും നമുക്ക് ലഭിക്കുന്നത് താൽക്കാലികമാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് തരുന്ന സന്തോഷം അത് നിത്യമായ സന്തോഷമാണ്. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ സ്വർഗ രാജ്യത്തിൽ നമ്മൾ ചിന്തിച്ചത് കടന്നു വരുന്ന ആ വ്യക്തികളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, എങ്ങനെ കടന്നു വരുവാൻ കഴിയണം, എങ്ങനെയാണ് കടന്നു വരുന്നത്, അതിന് മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിച്ച് നീതിമാന്മാരായിട്ട് വേണം അത് സ്വർഗരാജ്യത്തിൽ കടക്കുന്നു.
രണ്ടാമതായി നാം കണ്ടു അവന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിത്തീരും. 3, ആത്മീകമായ സന്തോഷം അനുഭവിക്കുന്നവൻ ആയി. ഇന്ന് രാത്രികാലം നാം സ്വർഗരാജ്യത്തിന്റെ അവകാശികൾ ആയിട്ട് നാം സ്വർഗരാജ്യത്തിൽ ഇരുത്തപ്പെട്ടവരാണ്. ദൈവത്താൽ അവന്റെ പുത്രന്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ച് നാം സമാധാനം ആചരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് നാം ആയിരിക്കുമ്പോൾ നമുക്കൊരു ദൗത്യമുണ്ട്. ഈ രാജ്യത്തിൽ ആകാത്ത അനേകര് നമുക്ക് ചുറ്റുപാടുകളുമുണ്ട്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതൽ, പ്രിയ സഹോദര സഹോദരി, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നീ സ്വർഗരാജ്യത്തിൽ ദൈവത്തിന്റെ അംശയായി തീരേണ്ടതായി ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കേവലം ഈ ഭൂമിയിൽ ജീവിച്ച് നിന്റെ ആയുസ്സിൽ ഒടുങ്ങിപ്പോകുവാനല്ല, മറിച്ച് നിത്യമായ ഒരു ജീവിതം നിനക്ക് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണ്. 60, 80, 100, 120 വർഷം കൊണ്ട് തീരുന്ന ഒരു ജീവിതമല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന, മറിച്ച് മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന റിലീജിയൻ ആണല്ലോ നമുക്ക് ചുറ്റുമുള്ളത്. എല്ലാ മതവും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹിന്ദുക്കളാണെങ്കിൽ മരിച്ചാൽ വീണ്ടും പുനർജീവിക്കുമെന്ന് പഠിപ്പിക്കുന്നു. പുനർജീവിച്ച് പുനർജീവനം കഴിഞ്ഞ് അവർ മുക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ അവർ പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിങ്ങളുടെ വിശ്വാസവും അവര് സ്വർഗത്തിൽ അതെ 7 ഭാര്യമാരോടുകൂടെ ജീവിക്കും എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവർ വളരെ സുഖത്തോടെ സമാധാനത്തോടെ ഒക്കെ സ്വർഗത്തിൽ ജീവിക്കുമെന്ന് അവർ പഠിപ്പിക്കുന്നു. ക്രിസ്ത്യാനികളും സ്വർഗത്തിൽ ഒരു ജീവിതമുണ്ട്, ഈ മരണത്തിനു ശേഷം കർത്താവിനോടുകൂടെയുള്ള ഒരു വാസമുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. എല്ലാവരും നിത്യജീവൻ അവകാശപ്പെടുവാൻ ഇടയാകുകയില്ല. അതിന് ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ കൂടെ രക്ഷ നേടി ക്രിസ്തുവിന്റെ രക്തത്താൽ പാപത്തിന് പരിഹാരം വരുത്തി. അത് കർത്താവ് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട്, അത് എന്റെ പാപത്തിന് കർത്താവ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ച് എന്റെ രക്ഷകനായി ഞാൻ എന്നെ ആ കർത്താവിന് സ്വീകരിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിൽ കർത്താവിന് വാഴുവാൻ അത് സമ്മതിച്ചുകൊണ്ട് കർത്താവിനെ ജീവിതത്തിന്റെ കർത്താവായി അത് വാഴിച്ചുകൊണ്ട് നാം രക്ഷിതാവായി ഏറ്റുപറയുമ്പോൾ നമ്മളുടെ നമുക്ക് പാപങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ ഇടയായി തീരും. അങ്ങനെ നീതീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ സമാധാനം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലായി തീർന്നാൽ മാത്രമേ ദൈവത്തിന്റെ കൂടെയുള്ള ഒരു വാസം നമുക്ക് ലഭ്യമാകുകയുള്ളൂ. നാം എത്ര പണ്ഡിതനോ എത്ര അത് പണക്കാരനോ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എത്ര വലുതായതുകൊണ്ടോ ഇതൊന്നും ലഭ്യമാകുകയില്ല. അതല്ല ഈ ഭൂമിയിൽ തീരുന്നതാണ്. എന്നാൽ നിത്യമായ സ്വർഗത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ക്രിയ ചെയ്താൽ ദൈവത്തിന്റെ അവകാശിയായി രാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവൻ ഇന്ന് രാത്രി ദൈവം ചോദിച്ച നിന്റെ ജീവിതം ഇന്ന് രാത്രിയിൽ തീർന്നാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് നീ ഇന്ന് രാത്രികാലം ചിന്തിക്കും. കർത്താവിന്റെ രാജ്യത്തിൽ നീ അംശയായില്ലെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവ് എന്റെ ജീവിതത്തിൽ നീ കടന്നു വരണമേ എന്ന് നീ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ എന്റെ യേശുവിന് കഴിയുമെന്ന് ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളു. അവനായി നീ കാത്തിരിക്കുക. ഇന്ന് രാത്രികാലം എന്നോടുകൂടെ പ്രാർത്ഥിക്കുമോ? കർത്താവ് നിന്നെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഞാൻ ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നു.
ഞാൻ പാപിയാണ്, എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല. എന്നാൽ ഇന്ന് രാത്രികാലം നീ കർത്താവായി അത് എന്റെ ജീവിതത്തിൽ കടന്നു വന്ന് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നീ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ രക്ഷിതാവായി ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നു. ഇന്നു മുതൽ നീ എന്നിൽ കർത്തൃത്വം നടത്തണമേ എന്ന് അവനോട് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രികാലം നിന്റെ ഹൃദയത്തിൽ വന്ന് അവൻ വസിപ്പാനിടയായി തീരും. നിന്റെ പാപത്തെ മാറ്റി നിന്നെ നീതീകരിക്കുന്ന ഒരു കർത്താവ് നിന്റെ അടുക്കൽ ഇന്ന് രാത്രികാലമുണ്ട്. അത് നീ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രികാലം അവനായി ജീവിതം സമർപ്പിക്കുക. കർത്താവ് വിഭജനങ്ങളാൽ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ, നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.